നിർമ്മാതാവും ഒപ്പം അതിലെ അഭിനേതാവുമായ ശ്രീ ടോം ജോർജ് ഇപ്പം ഏഷ്യനെറ്റ് ന്യൂസിനൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടോം ജോർജ്, താങ്കളുടെ ഒരുപക്ഷെ ആദ്യത്തെ അനുഭവമായിരിക്കും ഗിരീഷ് പുത്തഞ്ചേരിയോടൊപ്പമുള്ള ഒരു നിർമ്മാണ സംരംഭം. എങ്ങനെ ഓർമ്മിക്കുന്നു അതിനെ? ഗിരീഷ് ഏട്ടന്റെ ഈ മരണം എന്നെ വളരെയധികം ദുഃഖിപ്പിക്കുന്നുണ്ട്. ഞാൻ വളരെയധികം ബഹുമാനിക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കലാപ്രതിഭ തന്നെയായിരുന്നു അദ്ദേഹം. അകലെ എന്ന ചിത്രത്തിലും അല്ലെങ്കിൽ എൻ ജീവനെ എന്ന ഒരു മ്യൂസിക് വീഡിയോ ആൽബത്തിലും അദ്ദേഹത്തിന്റെ ലിറിക്സ് ആയിരുന്നു അതിലെ ഏറ്റവും വലിയൊരു ശക്തമായിട്ടുണ്ടായിരുന്ന ഒരു ഘടകം. ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. ഞാൻ അടുത്തിലേക്ക് മനസ്സിലാക്കിയതാണ്, നാം ശരിക്കും ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, മറ്റ് നമ്മളെ സ്നേഹിക്കുന്നവരോടും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കും വേണ്ടിയാണ് നാം ജീവിക്കുന്നത്. എങ്കിലും എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന മലയാളികളും പ്രിയപ്പെട്ട കുടുംബങ്ങളോടൊപ്പം ഞാനും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ന്യൂയോർക്ക് മലയാളികളും ഈ ഒരു വിയോഗത്തിൽ ദുഃഖിക്കുകയാണ്. എന്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അകലിനുള്ള ചിത്രത്തിന്റെ പാട്ടുകൾ ജനുവരിയിൽ വരികയുമോ, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് ആകെ ഒരു 5 മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഒരു പാട്ട് എഴുതാന്. ഈ എൻ ജീവനെ എന്നുള്ള പുലർമഞ്ഞ് പോലെ എന്നുള്ളതും അദ്ദേഹത്തിന്റെ ആൽബങ്ങളിൽ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ആൽബമാണ്. അത് എഴുതാൻ അദ്ദേഹത്തിന് 5 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പം ദൈവം ജന്മനാ കൊടുത്തിട്ടുള്ള ഒരു സിദ്ധിയായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ വളരെയധികം സ്നേഹിക്കുകയും അദ്ദേഹത്തിന്റെ കലയെ വളരെ നന്ദിയോടുകൂടി സ്മരിക്കുകയും ചെയ്യാണ് ഈ ഒരു അവസരത്തില്. അദ്ദേഹം ഒരിക്കലും മനുഷ്യ മനസ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ മരിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഞങ്ങളുടെ മനസ്സും കരയുകയാണ്, വിഷമിക്കുകയാണ്. നന്ദി ശ്രീ ടോം ജോർജ്.